ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇത് വീണ്ടും ഒരു പൂവ് ഞങ്ങളെ വീട്ടിൽ വിരിഞ്ഞു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഇട്ട് ഞാൻ വരെയാണ് കൂട്ടുകാരെ. പൂക്കളൊക്കെ ഇന്ന് വിരിഞ്ഞ പൂവാണ് കൂട്ടുകാരെ. അങ്ങനെ ഞാൻ കൂട്ടുകാർക്കെല്ലാം കാണിക്കുകയാണ്. ഈ പൂവും ഇന്ന് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൂക്കളൊക്കെ എടുത്ത് വീഡിയോ തുടങ്ങി കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, എനിക്ക് സപ്പോർട്ട് തരണം. എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. ഈ പൂ വിരിയാനുള്ള മുട്ടാണ്, നല്ല രസമുള്ള പൂവിൻ്റെ മുട്ട് കണ്ട കൂട്ടുകാരെ. പുതിയ ചെടിയുടെ പൂക്കളൊക്കെ വരുന്നുണ്ട്, അതിൽ നിന്ന് ചെറിയ മുട്ടാണ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടിനടുത്ത് വയലൊക്കെ ഉണ്ട്, ഞാൻ വയലൊന്ന് കാണിക്കാമേ, വീഡിയോയിലൊന്ന് കാണിക്കണേ. ഈ പൂവ് നല്ല രസമാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പൂവൊക്കെ ഒരുപാട് കാണും. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇടാറുണ്ട് കൂട്ടുകാർക്കൊക്കെ കാണിക്കാൻ വേണ്ടി. കൂട്ടുകാരെ, ഞാൻ ഞങ്ങളെ വീട്ടിലെ വയലിൽ വന്നു. വയലിൽ ഇന്ന് ഇപ്പോൾ പോത്തൊന്നും ഇല്ല, മറ്റേത് നിറയെ പോത്തൊക്കെ കാണും. ഇപ്പം പോത്തുമില്ല, ആരുമില്ല, കിളികളൊക്കെ പറക്കുന്നുണ്ട്. കൊക്കിനെ കണ്ടോ? കൊക്ക് വെള്ളം കുടിക്കാൻ വന്ന്, വെള്ളത്തിൽ കുളിക്കാനൊക്കെ വന്നതാണ്, പറന്നുപോയി. ഈ വെള്ളമെല്ലാം പോയ വെള്ളമായിരുന്നു, ഇപ്പം വരുന്ന മഴയ്ക്ക് വന്ന വെള്ളമാണ് കേട്ടാ. ഇതിപ്പോൾ 2 ദിവസം വെയിൽ വന്നപ്പോൾ കുറേ വെള്ളം മാറി പറ്റി തുടങ്ങി കേട്ടാ. ഇതിനു മുമ്പ് ശരിക്കും വെള്ളമായിരുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോസ് ഇട്ടായിരുന്നു, അതിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ നല്ല കുറഞ്ഞ്, ഇനിയിപ്പം ഒരാഴ്ച വെയിൽ വരുമ്പോഴത്തേക്ക് എല്ലാ വെള്ളവും കുറയും കേട്ടാ. വേണ്ട, കിളികളൊക്കെ പറക്കുന്നു. കാണുന്നു എന്തോ, കൊക്ക് പറക്കുന്നു. വൈറ്റ് കളറായതുകൊണ്ട് കാണുന്നില്ല, എന്നാലും പറന്നു പോയി. ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകാശം നീല കളറായിട്ടിരിക്കുന്നു, ലൈറ്റ് നീലയായിട്ടാണ് ഇരിക്കുന്നത്. പ്രകൃതിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാക്ക, പരന്ത്, പറവകളെല്ലാം പറക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളു ഇന്ന് ഈ വയലിൽ. മറ്റേത് നിറയെ പോത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം വയലിൽ ആരുമില്ല. കൊക്കുകളൊക്കെ പറന്ന് പറന്ന് നടക്കുന്നു, വേറെ ആരുമില്ല, പറക്കുന്നു കേട്ടാ. കൊക്കും പിന്നെ അതൊരു വേറൊരു പക്ഷിയാണ്, എനിക്ക് ഒരു പേരറിയുമ്പോൾ കുളക്കോഴിയാണ് എന്തോന്ന് പറയും. വെള്ളം വരുമ്പോൾ വയലിൽ വരും, അത് കാണാൻ പറ്റില്ല കേട്ടാ, വീഡിയോയിൽ കാണിച്ചില്ല, അതൊന്ന് പറന്നുപോയി. അവരിൽ 2 പേരും ഇതോ പറക്കുന്നുണ്ട്. അത് വെള്ളം വരുമ്പോൾ വരുന്ന ഒരു പക്ഷിയാണ് കേട്ടാ. ആ പക്ഷിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും ഇത് കുളക്കോഴിയാണ് എന്തോന്ന് പറയും. താറാവിൻ്റെ ഒരു സൈസ് മോഡലാണ്. വെള്ളത്തിൽ വന്ന് നീന്തും, വെള്ളത്തിൽ കിടന്നേ. അതിപ്പോൾ അങ്ങ് ദൂരെ പോയി വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷേ ഇവിടെ വെള്ളം കിടക്കുന്നത് കൊണ്ട് നമുക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. അവരാണ് പറന്ന് പറന്ന് നടക്കുന്നത്, കാണുന്നുണ്ടോ എന്തോ കേട്ടാ. അത് ആ പറവ പറക്കുന്നത് കൊണ്ടാ അങ്ങോട്ട്. ഇതിപ്പോൾ ഒരു കാക്കയാണ് പറക്കുന്നത്, ഇതെല്ലാം കുളക്കോഴിയൊക്കെയാണ് പറക്കുന്നത്. കൊക്കുകളൊക്കെ ഉള്ളു, ഇന്ന് വേറെ ആരുമില്ല. മറ്റേ ഈ കുളക്കോഴിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വന്ന് നീന്തി കളിക്കുമായിരുന്നു. താറാവ് നീന്തത്തില്ല, അതേപോലെയാണ് നീന്തുന്നത്. ഇപ്പം പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ, പറക്കുന്നുണ്ടാ. അതാണ് കേട്ടോ, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. കുളക്കോഴിയാണ് എന്തോന്നാണ് അതിന് പറയുന്നത്. വെള്ളത്തിൽ കിടക്കും, താറാവ് നീന്തുമല്ലേ അതേപോലെ നീന്തും. ഇത് ഇവിടെ വയലിലൊരു കിണറുണ്ട് കേട്ടാ. ഈ വെള്ളമെല്ലാം നല്ലതുപോലെ താന്നതാണ്. ഇപ്പം പെയ്ത മഴയ്ക്ക് നല്ല നിറയെ വെള്ളമുണ്ട്. ഇതിൽ മീനൊക്കെ ഉണ്ട് കേട്ടാ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മീൻ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഉണ്ട് മീൻ. കൊക്കുകൾ പറന്ന് പറന്ന് പോകുന്നു, പിന്നെ കാക്ക പറക്കുന്നു. വേറെ ഇന്ന് വയലിലൊരു പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റേത് പോത്തൊക്കെ വന്ന് വെള്ളത്തിൽ കിടക്കുമായിരുന്നു, ഇപ്പം ആരുമില്ല വയലിൽ.
ഞങ്ങളുടെ വയലൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, എല്ലാവരും കണ്ട് കമൻറ്റിൽ പറയണേ. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണേ, എല്ലാവരും സപ്പോർട്ട് തരണേ. ഓക്കെ, ബൈ.